അപ്പോൾ ഗൈസ് എല്ലാവർക്കും ട്രാവൽ വിത്ത് ലത്തീഫ് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് സെന്റ് മേരീസ് ഐലൻഡിലാണ്. മാൽപ്പേ ബീച്ചിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ആണ് ഈ സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ളത്. മാൽപ്പേ ബീച്ചിൽ നിന്ന് ബോട്ട് യാത്രയിലൂടെയാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഈ ബോട്ട് യാത്ര എന്ന് പറഞ്ഞ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വ്യൂവേഴ്സ്, നമ്മളിപ്പോ മാൽപ്പേ ബീച്ചിലാണ്. ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ആണ്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഒരു 10-68 സ്റ്റുഡൻസ് ഉണ്ട്. അവര് ബോട്ടിങ്ങിനേക്ക് വേണ്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മളെ കൂടെ നമ്മൾ എൻജോയ് ചെയ്യാം. കം ഓൺ. മാൽപ്പേ ബീച്ചിൽ നിന്ന് സെന്റ് മേരീസ് ഐലൻഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണത്. ഏകദേശം 4 കിലോമീറ്റർ ആണ് ഈ മാൽപ്പേ ബീച്ചിൽ നിന്ന് സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള ദൂരം. നമ്മളിപ്പോ മാൽപ്പേ ബീച്ചിൽ വന്ന് സെന്റ് മേരീസ് ഐലാൻഡിലോട്ട് ബോട്ട് വഴി പോവാണ്. നമ്മളെ പിന്നാലുള്ളത് അഗൈൻ KM-ലെ പിള്ളേരാണ്. അപ്പോ ഐക്കോകിക്സിന്റെ 3 ദിവസത്തെ ട്രിപ്പിൽ അവസാന ദിവസമായ ഇന്ന് ഇവിടം കൊണ്ട് നമ്മൾ ഈ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. സെന്റ് മേരീസ് ഐലാൻഡ് എത്തി നമ്മൾ അവിടെ എല്ലാം വിസിറ്റ് ചെയ്ത് ഒരു ഈവനിങ് സൺസെറ്റ് എല്ലാം കണ്ട് തിരിച്ച് ബീച്ചിലെത്തി നമ്മൾ മടങ്ങും. ഞങ്ങളിപ്പോൾ ഉള്ളത് സെന്റ് മേരീസ് ഐലൻഡിലാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണുള്ളത്. ബോട്ടിലൊക്കെ കയറിയിട്ട് ഇവിടെ നല്ല എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ്. ഞങ്ങൾ അങ്ങനെ ബോട്ടിൽ വന്നിട്ട് ഐലൻഡിന്റെ ഉള്ളിൽ കയറി. അപ്പൊ എല്ലാവർക്കും ദാഹിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യം ഇവിടുത്തെ കെഫ്റ്റീരിയാണ് ഞങ്ങൾ ആദ്യം എക്സ്പ്ലോർ ചെയ്തത്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ലൈക്ക് ബ്രെഡ് ആൻഡ് സാൻഡ്വിച്ച്. പിന്നെ നിങ്ങൾ ഏതാ കഴിച്ചത്? ക്ലബ് സാൻഡ്വിച്ച് കഴിച്ചു. ചോക്കോബാർ ഐസ്ക്രീം കഴിച്ചു. അപ്പൊ ഇനി ബാക്കി ഞങ്ങളുടെ പ്ലാൻ എന്താ വെച്ചാൽ ഞങ്ങൾ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ടൂർ ഓർഗനൈസ് ചെയ്യുന്ന അശ്വാക്ക്. നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മളെ കൊളീഗാണ്, രജനി മാം ആണ്. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പ്ലീസ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മൾ സെന്റ് മേരീസ് ഐലൻഡിന്റെ ആ എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ പോന്ന് അതിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പൊ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു വ്യൂ ആണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ തീരത്തിന്റെ പ്രത്യേകത അതൊക്കെ കാണിച്ചു തരാം. ഇതിന്റെ തീരം എന്ന് പറയുന്നത് സാധാരണ ഒരു കടൽ തീരം എന്ന് പറയുന്നത് മണലായിരിക്കും. ഇവിടെ മണലല്ല, ചിപ്പി അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു കടൽ തീരമാണ്. അത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പൊ ഇത് നമ്മൾ കുറച്ച് മുന്നിൽ പോയി കഴിഞ്ഞാൽ ചിപ്പി പൊടിഞ്ഞത് കണ്ടാൽ മണലാന്ന് തോന്നും. എന്നാൽ ഇത് മണലല്ല, ചിപ്പി പൊടിഞ്ഞുകൊണ്ടുള്ളതാണ്. എന്നാൽ നമുക്ക് കുറച്ച് മേലെയാണെങ്കിൽ ഇതിന്റെ ചിപ്പിന്റെ വലിയ വലിയ കഷ്ണങ്ങൾ കിട്ടും. അപ്പൊ ഇവിടുത്തെ ഒരു നമ്മൾ നിർബന്ധമായിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഈ സെന്റ് മേരീസ് ഐലൻഡ്. പരിപാടി മനുഷ്യനെ ഈ മസാല ഇട്ട് പൊരിക്കണതിന് പകരം കല്ലിട്ട് പൊരിക്കുകയാണ്. കല്ലിട്ട് ചൂടാണ്. കുറച്ച് ഉപ്പ്. നമ്മളൊക്കെ ജീവിതത്തിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു അടിപൊളി ലൊക്കേഷനാണ് സെന്റ് മേരീസ് ഐലൻഡ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് സെന്റ് മേരീസ് ഐലൻഡ്. സെന്റ് മേരീസ് ഐലൻഡിന്റെ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ ബോട്ട് തിരിച്ചു പോകാനുള്ള ബോട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.